മരുവമ്പായി എന്ന് പറയുമ്പോൾ മലബാറിലെ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സായിരീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സിയാറത്ത് കേന്ദ്രമാണ് ഈ പ്രദേശം. ഒരു കാര്യം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രദേശത്തിന്റെ വിളക്കാണ്, പ്രകാശമാണ് വലിയുല്ലാഹി എന്നൊക്കെ നമ്മൾ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയുമ്പോൾ അതുമാത്രമല്ല, ഈ പ്രദേശത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും സുരക്ഷിതത്വം നൽകുന്ന, കാവൽ നൽകുന്ന മഹാനുഭാവനാണ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. ഈ പ്രദേശത്തിന്റെ ചുറ്റളവും ഇവിടെ വസിക്കുന്ന സഹോദരങ്ങളുടെ എണ്ണവും കുടുംബത്തിന്റെ എണ്ണമൊക്കെ ഇവിടെ പറയുകയുണ്ടായി. വളരെ ബൃഹത്തായ വിശാലമായ ഒരു മഹല്ല് പരിധിയാണിത്. മാത്രവുമല്ല, നീറുവേലി, കാഞ്ഞിലേരി, അയ്യപ്പൻതോട് ഭാഗത്തുള്ള തൊക്കിലങ്ങാടിയുടെ ചില ഭാഗങ്ങളിലുള്ള നല്ലവരായ ഒരുപാട് മനുഷ്യർ പള്ളിയുടെയും മഖാമിന്റെയും പരിസരങ്ങളിൽ വിശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അവരുടെ വിശ്രമ കേന്ദ്രങ്ങളായി ഖിയാമത്ത് നാൾ വരെ അവർ കിടക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്. നമ്മളും നമ്മുടെ ആയുസ് തീർന്നാൽ കാലു നീട്ടി കിടക്കേണ്ട കബറിടം നമുക്ക് വേണ്ടി ഇവിടെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയുല്ലാഹിയുടെ ഉറൂസ് പരിപാടിയിൽ ഇന്ന് സമാപന ദിവസത്തിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടുമ്പോൾ, നേരത്തെ ഇവിടെ പറഞ്ഞു, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലായിട്ടാണ് എങ്ങോട്ടായിട്ടാണ് മഹല്ല് നിവാസികളായ നമ്മളെല്ലാവരും കൂടുതൽ ഫീസ് കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്നത്. അതിനു മുന്നേ വർഷങ്ങളായി നമ്മളൊന്നും ഫീസ് കൊടുക്കാതെ, വരിസംഖ്യ കൊടുക്കാതെ വലിയുല്ലാഹിയുടെ ഭണ്ഡാരത്തിലും നേർച്ചപ്പെട്ടിയിലും വീഴുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് മാത്രമാണ് ഈ മഹല്ലത്തിന്റെ മുന്നേറ്റം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ കാവൽ, സുരക്ഷിതത്വം, ഭയാനകരമായ രോഗങ്ങൾ പടർന്നു പിടിക്കാതെ, പേടിപ്പിക്കുന്ന അപകടങ്ങളില്ലാതെ, നമ്മയാകെ വിറപ്പിച്ചു കളയുന്ന അത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങളൊന്നും അരങ്ങേറാതെ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് ഖുർആൻ ആണയിട്ട് പറഞ്ഞത്. ഔലിയാക്കൾക്ക് പേടിയില്ല, മുഷിപ്പില്ല, സന്ദേഹങ്ങളില്ലെന്ന് ആണയിട്ട് പറയുന്നത് ഭംഗിവാക്ക് മാത്രമല്ല, അവർ വിശ്രമിക്കുന്ന പ്രദേശത്തിനും ചില മഹത്വങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, മദീനയാക്കി മാറ്റിയത് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മക്കയിൽ ഹജ്ജിന് പോകുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ, ഉംറക്ക് പോകുന്ന ലക്ഷക്കണക്കായ സായിരീങ്ങൾ, ഉംറക്കാർ ഹജ്ജിന്റെയും ഉംറയുടെയും അനുഷ്ഠാനങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് പോവാറുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 450-500 കിലോമീറ്റർ അപ്പുറത്താണ് മദീന നിൽക്കുന്നത്. ആ മദീനയിൽ ഹജ്ജില്ല, ഉംറയില്ല, അറഫയില്ല, മിനയില്ല, തവാഫില്ല, സായില്ല, ഒന്നുമില്ല. അവിടെയുള്ളത് ലോകത്തിന്റെ ഗുരുനാഥനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയത് മുതലാണ് ലോകമറിയാത്ത യസ്രിബ് എന്ന നാടിനെ മദീന മുനവ്വറയാക്കി, പ്രകാശിക്കുന്ന പട്ടണമാക്കി പ്രസിദ്ധിയാർജിച്ചത്. ഇന്നും എം എന്ന അക്ഷരത്തിന്, മ എന്ന മലയാള അക്ഷരത്തിന്, മീമിന് പ്രസക്തിയുണ്ട്. കാരണം അത് മദീന തുടങ്ങുന്നത് മീമിലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അക്ഷരം തുടങ്ങുന്നത്, പേര് തുടങ്ങുന്നത് മീമിലാണ്.
അതുകൊണ്ട് മീമിന് മഹത്വമുണ്ട്. എം എന്ന അക്ഷരം നാവിലേക്ക് മനോമുഖരത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മറ്റ് അക്ഷരങ്ങളെക്കാൾ കൂടുതൽ എം അല്ലെങ്കിൽ മ അല്ലെങ്കിൽ മീം എന്ന് പറയുന്ന അക്ഷരം മനസ്സിലേക്ക് മനോമുഖരത്തിലേക്ക് പെട്ടെന്ന് ഓർമ്മയായി വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. യസ്രിബ് എന്ന ആർക്കും അറിയാത്ത നാട്ടിനെ മദീന എന്ന വിശാലമായ ലോകമാക്കി മാറ്റിയെടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്നും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചതിന്റെ പരിസ്ഥിതി, അൻസാരികളായ സഹാബാക്കൾ റസൂലുള്ളാഹി വാർത്തെടുത്തതിന്റെ പരിണിതി ഇന്നും മദീനയിൽ പോയവർക്കറിയാം. റമദാനിലായാലും അല്ലാത്ത കാലങ്ങളിലായാലും തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ നമ്മൾ മദീനയിലെത്തിയാൽ അവിടെയുള്ള ചെറിയ കുട്ടികൾ, അറബി കുട്ടികൾ നമ്മുടെ കൈകൾ പിടിച്ച് അവർ തയ്യാറാക്കി വെച്ച സുപ്രയിൽ കൊണ്ടുപോയിരുത്തും. അസ്ർ നിസ്കാരം തുടങ്ങിയ മുതൽ സുപ്ര വിരിച്ചിട്ടുണ്ടാകുമല്ലോ, ആ സുപ്രയിൽ കൊണ്ടുവന്ന് നമ്മളെ ഇരുത്തും. അന്നത്തെ അതിഥി നമ്മളാണ്. എന്ത് സ്നേഹത്തോടുകൂടെയാണ് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവർ കഴിക്കുന്ന സബാദിയും പഴുത്തു മതിരിക്കുന്ന ഈത്തപ്പഴവും സബാദിയിലിട്ട് കഴിക്കാനുള്ള പൊടിയും റൊട്ടിയും എല്ലാം സുഭിക്ഷമായി നമുക്ക് നൽകുകയാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ മദീനയിലെ അൻസാരികളുടെ പിൻഗാമികളായ സഹാബാക്കളാണ് നമുക്ക് ആതിഥ്യമരുളുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മദീനക്കൊരു മഹത്വമുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മാത്രമാണ്. ഇന്നും ആ മദീനക്കൊരു മഹത്വമുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി അവിടെ വിശ്രമിക്കുന്നു എന്ന് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹാജിമാർ ഹജ്ജിന് പോയി. ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ് ഏറും കഴിഞ്ഞ് തഹല്ലുലായി കഴിഞ്ഞാൽ ഹാജിമാർ പിന്നീട് പോകുന്നത് മദീനയിലേക്കാണ്. അവിടെ ഏറില്ല, അറഫയില്ല, മിനയില്ല, മുസ്ദലിഫയില്ല, ജംറാത്തില്ല, സായില്ല, ഉംറയില്ല, തവാഫില്ല, ഒന്നുമില്ല. അവിടെ ഉള്ളത് കോടാനുകോടി മനുഷ്യരുടെ മാനസിക തൊട്ടാരത്തിൽ രാജകുമാരനായി എന്നും എന്നും വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ട്. അതുകൊണ്ട് മദീനക്ക് മഹത്വമുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകന്മാർ കഴിഞ്ഞാൽ മുത്തായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോക്ക് കണ്ട് വിശ്വസിച്ചവനായി കണ്ട് സഹാബിയായി മാറിയാൽ, സഹാബാക്കളുടേത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളായി ഖുർആൻ ആണിട്ട് പറയുന്നതാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കൾ ജീവിക്കുന്ന മണ്ണിനും മഹത്വമുണ്ട്. മരുവമ്പായിക്ക് മഹത്വം വേറെ ഒന്നുകൊണ്ടുമല്ല, ഇവിടെ വിശ്രമിക്കുന്ന വലിയുള്ളാഹിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. ആ വലിയുള്ളാഹി ജീവിക്കുന്ന നാട്ടിന് അവിടെ പിറന്നവർ എന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇവിടെ കുടിലെടുത്ത് വീടെടുത്ത് താമസിക്കുന്ന നമുക്ക് അഭിമാനമുണ്ടാവണം. നമ്മൾ മരുവമ്പായിക്കാരാണ് എന്ന് പറയുന്നതിൽ ചാരിതാർത്ഥ്യം ഉണ്ടാവണം, ആത്മാഭിമാനം ഉണ്ടാവണം. ഇവിടെ വിട്ട് പോവാനല്ല, ഇവിടത്തേക്ക് തിരിച്ചു വരാനാണ് മനസ്സ് വെമ്പേണ്ടത്. കാരണം വലിയുള്ളാഹിയുടെ നാട്ടിൽ പിറന്ന, വലിയുള്ളാഹിയുടെ നാട്ടിൽ ജീവിക്കുന്ന, ഇവിടെ തന്നെ കബറടയണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഈ നാട് അഭിമാനമാണ്. ഈ നാടിന് സുരക്ഷ നൽകുന്ന വലിയുള്ളാഹി നമുക്ക് അഭിമാനമാണ്, കാവലാണ്. എങ്കിൽ അവരുടെ പേരിൽ എല്ലാ വർഷവും നടക്കുന്ന ഉറൂസ് നമുക്ക് വലിയ സന്തോഷമാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ആ മരുവമ്പായിലെ തലയുയർത്തി നിൽക്കുന്ന സുന്ദരമായ പള്ളി, അതിന് കാലപ്പഴക്കം വന്നപ്പോൾ പൊളിച്ചു നീക്കേണ്ടി വന്നു. മരുവമ്പായിലെ പള്ളി ഇനിയും മാനമുട്ടെ ഉയരുന്ന നയനഹാരിയായ പള്ളിയാവണം. കാരണം കേരളത്തിന്റെ എന്നല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിയാറത്ത് എത്തുന്ന സ്ഥലമാണ് ഇവിടെ. തലശ്ശേരി കൂർഗ് റോഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്കുള്ള മെയിൻ പാതയോരം ഇവിടെയാണ്. ഈ പാതയോരത്തൂടെ നടന്നു പോകുന്ന 10,000 കണക്കിന് വിശ്വാസികൾ
അള്ളാഹുവിന്റെ ഔലിയാക്കിന് സലാം പറഞ്ഞയക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ് എന്ന് സലാം പറഞ്ഞ് വണ്ടി ബ്രേക്ക് ചവിട്ടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന്, പേട്ടയിൽ നിന്ന്, ഗോണിക്കുപ്പയിൽ നിന്ന്, അതിനപ്പുറം പോയാൽ മറ്റു രാജ്യങ്ങളിൽ തിരിച്ചു വരുമ്പോൾ അവർ ഇവിടെ വന്ന് അല്പം ബ്രേക്ക് ചവിട്ടി സലാം പറഞ്ഞാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, ഭക്തി വാങ്ങിക്കാതെ, ഊതുബത്തി വാങ്ങിക്കാതെ, നേർച്ച പൈസ ഭണ്ഡാരത്തിലിടാതെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികൾ കടന്നു പോകുന്നില്ല. ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അവർക്കെല്ലാം സുരക്ഷിതത്വവും അവർക്കെല്ലാം കാര്യസിദ്ധിയും നൽകുന്ന വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ ലദീ തങ്ങളുടെ നാട്ടിലെ പള്ളി അത് ഇടഞ്ഞു നീങ്ങാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് റമളാനിന്റെ മുന്നിൽ അതിന് ശിലാസ്ഥാപനം നടത്തി അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ ആയിരക്കണക്കിന് സിമന്റുകൾ ഇപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ചില പ്രദേശങ്ങളിൽ പോയാൽ അവിടെ നയനഹാരിയായ അമ്പരചുംബിയായ പള്ളികൾ കാണാം. പള്ളികൾ എത്ര തന്നെ വലുതായാലും, പള്ളികൾ എത്ര തന്നെ നയനഹാരിയായാലും, പള്ളികൾ എത്ര തന്നെ അമ്പരചുംബികളായാലും അതിലൊന്നും ആർഭാടമെന്നൊരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ പൊന്നാനിയിലേക്ക് പോവുക, കടലോരമാണ്, തീരദേശമാണ്. ആ പൊന്നാനിയിലെ പാവപ്പെട്ട മനുഷ്യർ മീനിന് പോയി, മത്സ്യത്തിന് പോയി മുക്കുവന്മാരായി തീരദേശങ്ങളിൽ ചറ്റക്കുടിലുകൾ ജീവിക്കുന്നവരാണ് അന്നുള്ള പൊന്നാനിയിലെ ജനങ്ങളെങ്കിൽ ആ ചറ്റക്കുടിലിൽ ഒരു റൂമിൽ തന്നെ അടുക്കളയും അതിൽ തന്നെയാണ് ബാത്റൂമും അതിൽ തന്നെയാണ് കിടന്നുറങ്ങുക എന്ന രീതിയിൽ ചറ്റക്കുടിലിൽ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന പൊന്നാനിയിലെ പാവപ്പെട്ട മനുഷ്യർ അവർ പൊന്നാനിയിൽ സുന്ദരമായൊരു പള്ളി പണിതു. കണ്ടില്ലേ നിങ്ങൾ? മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ച പള്ളി എന്ന് കവിമൾ പാടിയ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ തലയുയർത്തി നിൽക്കുന്ന വലിയ പള്ളി അവിടെ സ്ഥാപിച്ചത് ആ നാട്ടുകാരാണ്. വീട് ചെറുതാണെങ്കിലും, വീട് ചറ്റയാണെങ്കിലും, വീട് കുടിലാണെങ്കിലും നിസ്കരിക്കുന്ന പള്ളി അത് ഗംഭീരമാവണമെന്നാണ് അവർ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അവിടെ പള്ളി ഗംഭീരമായി പണിതു. ഇന്നും പൊന്നാനിയിലെ പള്ളി അവിടെ സുന്ദരമായ കാഴ്ചയായി നിലനിൽക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക വെളിച്ചം കേരളത്തിലേക്ക് കൊണ്ടുവന്ന കാസർഗോഡ് മാലിക് ദീനാർ പള്ളി എന്തോരും കാഴ്ചയാണ്, ഭംഗികൾ കാണാൻ. അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ഔലിയാക്കൾ ജീവിക്കുന്ന ഇടങ്ങളിലെ പള്ളികളെല്ലാം ഗംഭീരമാണ്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ മദീനയിലെത്തിയാൽ അവിടെ നമുക്ക് സബ് മസാജിദ് എന്ന പേരിൽ 7 പള്ളികൾ നിൽക്കുന്ന മസ്ജിദുൽ ഫത്ഹ് എന്നറിയപ്പെടുന്ന ഖന്തക് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസമായി യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ശത്രുക്കളും മുസ്ലിമീങ്ങളും പരാജയപ്പെടുന്നില്ല, ആരും തോൽക്കുന്നില്ല, ആരും ജയിക്കുന്നില്ല. അവരുടെ ഭക്ഷണങ്ങൾ കഴിഞ്ഞു പോവുകയാണ്, അവർ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഫത്ഹിൽ പോയി ഒരു സുജൂദ് ചെയ്തു. പടച്ചവനെ, ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി വേണം, ഞങ്ങൾക്ക് വിജയം വേണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത പള്ളിയാണ് സബ്ഉ മസാജിദ് എന്നറിയപ്പെടുന്ന തലയുയർത്തി നിൽക്കുന്ന വലിയ മസ്ജിദുൽ ഫത്ഹ് എങ്കിൽ ആ ഫത്ഹിന്റെ ചുറ്റുപാടുകളിൽ 7 പള്ളിയുണ്ട്. 7 പള്ളികൾ 7 സഹാബാക്കളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അവർ 3 ദിവസം യുദ്ധത്തിലായി മുഴുകുമ്പോൾ അവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പരിണതിയായി അവർ കൊച്ചു കൊച്ചു പള്ളികൾ ഉണ്ടാക്കി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നേരത്തെ അബ്ദുസ്സലാം ഹാജി ഇവിടെ നോദി, മംബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നാവെടുത്തത് മുതൽ കളവ് പറയാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മൻ ബനാലില്ലാഹി, അല്ലാഹുവിനെ ആരെങ്കിലും പള്ളി പണിതാൽ, മസ്ജിദൻ പള്ളി പണിതാൽ, ബനല്ലാഹു, അല്ലാഹു നിർമ്മിച്ചു കൊടുക്കുന്നതാണ് ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക വീട്. നമ്മൾ എത്ര വലിയ പള്ളിയാണോ ഉണ്ടാക്കിയത് അത്രയും വലിയ വീട്. നമ്മൾ എത്ര ചെറിയ പള്ളിയാണോ ഉണ്ടാക്കിയത് അത്രയും അനുകൂലമായ വീട്. നമ്മൾ എല്ലാവരും കൂടിയാണോ പള്ളി ഉണ്ടാക്കിയത് എല്ലാവർക്കും കൂടി ഉണ്ടാകുന്ന ഒരു വീട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ സ്വർഗ്ഗത്തിൽ നമുക്ക് ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വരണം, വീട് ഉദ്ഘാടനം ചെയ്യാൻ വരണമെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഭംഗി വാക്കല്ല, നമുക്ക് സ്വന്തമായി പള്ളി എടുക്കാനുള്ള സാമ്പത്തിക കഴിവില്ലാതിരിക്കാം.
എന്നാൽ നമ്മളെല്ലാവരും കൂടി മരുവമ്പായിലെ പള്ളി അത് നയനഹാരിയാക്കണം, അമ്പരച്ചുംബിയാക്കണം. സുന്ദരമായി ഫോട്ടോ പോലെ തന്നെ അത് ഉയർന്ന് കാണാൻ, പുനരുദ്ധരിച്ച് കാണാൻ നമുക്ക് പൂതിയുണ്ട്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിലെ മഹാഭൂരിഭാഗം സമ്പത്തും പള്ളിക്ക് വേണ്ടി കൊടുക്കണം. ഇത് വെറുതെ പറയുന്നതല്ല. കേരളത്തിൽ അറബികൾ പണിത പള്ളി ആയിരക്കണക്കിനുണ്ട്. അവർക്ക് അവിടെ നിന്നുള്ള സ്വർണത്തിൽ നിന്നുണ്ടാക്കിയ പണം കൊണ്ടല്ല അധിക അറബികളും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും പള്ളി ഉണ്ടാക്കുന്നത്. അവർ ഗവൺമെന്റ് ജോലിക്കാരായിരിക്കും. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് മിച്ചം വെക്കുന്ന തുക അവർ സ്വരൂപിച്ചു വെക്കും. അതോടൊപ്പം PF ഫണ്ടിലൊക്കെ സാമ്പത്തികമായി ഉണ്ടാക്കിയ സ്രോതസ് അവരുടെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ നല്ലൊരു സംഖ്യ കയ്യിൽ വരും. ആ സംഖ്യ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, മക്കൾക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുന്നില്ല, വേറെ എന്തെങ്കിലും വാടക വീടുണ്ടാക്കാനോ റൂം ഉണ്ടാക്കാനോ അവർ തയ്യാറല്ല. അവർ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ എനിക്ക് എന്റെ ബാക്കിയായ ദമ്പത്തിൽ നിന്ന് ഒരു പള്ളി ഉണ്ടാവട്ടെ എന്നാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കേരളത്തിലെ ആയിരക്കണക്കിന് പള്ളികൾ അറബികൾ നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇപ്പോൾ അറബികളുടെ സമ്പാദ്യത്തിലൂടെ പള്ളികൾ കേരളത്തിൽ കൂടുതലായി ഉണ്ടാകുന്നില്ല. കാരണം ഇവിടെ ഒരു പള്ളി വെക്കുന്നതിന്റെ പൈസ കൊണ്ട് ബീഹാറിലും ആസാമിലും 4ഉം 5ഉം പള്ളി വെക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ അറബികൾ തങ്ങൾ ജോലി ചെയ്ത് റിട്ടയറായി ഖബറിലേക്ക് കാല് നീട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഒരു വീട് പണിതി തരുമെങ്കിൽ അതായിരിക്കട്ടെ ഏറ്റവും വലിയ പുണ്യമെന്ന് മനസ്സിലാക്കി അറബികൾ പള്ളികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ അതൊരിക്കലും നമ്മൾ കൊണ്ടുപോവില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച സൗധങ്ങൾ ഖബറിലേക്ക് ആരും കൊണ്ടുപോകില്ല. നമ്മൾ വീട് ഒരു ദിവസം ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മൊബൈലിന്റെ ലോക്ക് നമ്മൾ ഒരു ദിവസം തുറന്നു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ അറയിൽ സൂക്ഷിച്ച് നമ്മളുടെ അലമാറകളുടെ ചാവിയില്ലേ, അതൊരിക്കൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്തിനാണ്? ഒന്നും കൊണ്ടുപോവാതെ ഖബറിലേക്ക് വെറും കൈയായി പോകുമ്പോൾ ആർക്ക് വേണ്ടിയാണ് നമ്മുടെ സമ്പാദ്യം? മക്കൾ ദ്വാരക്കൽ ഭംഗിയായി നടത്തും. 40-ന് ചിലപ്പോൾ പള്ളിയിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കും, അഗതി മന്ദിരങ്ങളിലേക്ക് ഭക്ഷണം കൊടുക്കും. ഒരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഒരു ആണ്ട് നടത്തും. നമ്മുടെ പണം ഈ ദ്വാരക്കലിനും ഈ ഒരു ആണ്ടിനും ഈ ഒരു 40-നും മാത്രം ഉപയോഗിച്ചതിന് ശേഷം അവർ വീതിച്ചെടുക്കും. മക്കൾ വീതിച്ചെടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടല്ല, മക്കൾക്ക് അർഹമായത് കൊടുക്കണം. പക്ഷേ സമ്പാദ്യം മുഴുവനും മക്കൾക്ക് കൊടുത്ത് അവർ കൊണ്ട് ആർഭാടത്തോടുകൂടെ ജീവിപ്പിക്കുന്നതിന് പകരം നമ്മളും മക്കളാണ്, നമ്മളെല്ലാവരും മക്കളാണ്, നമുക്കും ഉപ്പമാരുണ്ട്, നമ്മളും പിന്നീട് ഉപ്പമാരാവേണ്ടവരുണ്ട്. എങ്കിൽ നമ്മൾ അധ്വാനിച്ചത് പള്ളിക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മൾ ധരിക്കുന്ന ആഭരണത്തിന്റെ ഒരു ചില്ലി പോലും ഖബറിലേക്ക് കൊണ്ടുപോവില്ലെങ്കിൽ ആ ആഭരണങ്ങൾ നാം അല്പമെങ്കിലും പള്ളിക്ക് വേണ്ടി കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ആരാമത്തിൽ പണിത് നൽകുന്ന വീടിൽ കയറി നിൽക്കാൻ സൗഭാഗ്യമുള്ളവരായി നമ്മൾ മാറണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മഖാമിൽ വിശ്രമിക്കുന്ന വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, എന്നെക്കാൾ പ്രായം കുറഞ്ഞ് ഈ ഉറൂസിൽ വന്ന സഹോദരി സഹോദരന്മാർ അറിയാൻ വേണ്ടിയാണ്, കുട്ടികൾ അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. വലിയ കറാമത്തിന്റെ ഉടമയാണ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. ഇവിടത്തേക്ക് നാണയത്തൊട്ടുകൾ ബസ്സിൽ പോകുമ്പോഴും കാർ നിർത്തിയും കൊടുക്കുന്നത് അനുഭവം ഉണ്ടായത് കൊണ്ടാണ്. നമ്മൾ ഒരു ഉൽപ്പന്നം പീടികയിൽ നിന്ന് അല്ലെങ്കിൽ മരുന്ന് ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നത്, ആ മരുന്ന് കഴിച്ചാൽ രോഗം മാറും, ആ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കി ആ കമ്പനിയുടെ അതേ ഉൽപ്പന്നം ഏത് മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും ഏത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും നമ്മൾ പോയി വാങ്ങിക്കുന്നത് അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖവും അനുഭവമാണെങ്കിൽ, ഈ വലിയുള്ളാഹിയുടെ ഭണ്ഡാരത്തിലേക്ക് നേർച്ച പൈസയും സംഭാവനയും നൽകുന്നവർ അവർക്ക് അനുഭവം ഉണ്ടായത് കൊണ്ടാണ് സംഭാവനകൾ നൽകുന്നത്. വല്ലാത്ത കറാമത്തിന്റെ ഉടമയാണ്. ഞാൻ ഓർക്കുകയാണ്, വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി എന്ന അഗ്രേസരനായ പണ്ഡിതൻ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, ഇവിടെ പ്രസംഗിക്കാൻ വന്ന വായല് പറയാൻ വന്ന തുടർച്ചയായി 4-5 ദിവസം ഒരേ വായല് പ്രസംഗിക്കാൻ വന്ന കഥ ഓർമ്മയുണ്ട്.
ആ സമയത്ത് നമ്മുടെ റേഷൻ പീടികയിലെ മായിങ്കി അടക്കം അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും എല്ലാ നാട്ടുകാർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഇവിടെ നിന്ന് ഈ റൂട്ടിലൂടെ പോകുന്ന വാഹനങ്ങൾ എപ്പോഴേ വർഷങ്ങൾ 25-30 കഴിഞ്ഞു. അന്ന് ഇത്രയൊന്നും തിരക്കില്ലാത്ത അക്കാലത്ത് അന്ന് വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടാണ് വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ വയലിന്റെ അന്ന് വയൽ ഉറൂസിന്റെ അന്ന് നിയന്ത്രണമെങ്കിൽ ഈ മൂന്നാം പീടികയിലെ ടൗൺ വരെയും അങ്ങ് കണ്ടങ്ങുന്ന് വരെയും മാർക്കറ്റായി ബത്തക്കയും ജ്യൂസും വിൽക്കുന്ന വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ നടന്നിരുന്ന ഒരു ഉറൂസ് കാലമുണ്ടായിരുന്നു. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാ നവ്വറല്ലാഹു മർക്കദ ഇവിടെ ഉറൂസ് നടത്തണമെന്ന് കമ്മിറ്റിക്കാർ ആഗ്രഹിക്കുകയും അങ്ങനെ ശംസുൽ ഉലമയെ കൊണ്ടുവരികയും ചെയ്തു. ശംസുൽ ഉലമ മഖാമിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ മർഹൂം ഹുസൈൻ ഉസ്താദ് അത് വിവരിച്ചത് ഇങ്ങനെയാണ്. ഉറൂസിന് വേണ്ടി സമ്മതത്തിന് വേണ്ടി സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ഹഫ് അട്ടിയിൽ നിന്ന് താഴേക്ക് വീണു. ശംസുൽ ഉലമ മുസ്ഹഫ് എടുത്തിട്ട് മുസ്ഹഫ് തുറന്നിട്ടാണ് താഴേക്ക് വീണത്. അതിൽ നിന്ന് ഒരു ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ഉറൂസ് നടത്താൻ സമ്മതമുണ്ട്. അങ്ങനെ ഉറൂസ് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ വർഷവും കൂടുതലൊന്നും ലാഭകരമല്ലാത്ത രീതിയിൽ, കൂടുതലൊന്നും സമ്പത്ത് കാശ് ബാക്കിയില്ലാത്ത രീതിയിൽ സുന്ദരമായ ഉറൂസ് നടന്നു വരാറുണ്ട്. ഒരു പരാതി കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്, ഇവിടെയല്ല ഉറൂസ് വെക്കേണ്ടത്, അത് മഹാനവരുടെ ഹദ്റത്തിൽ തന്നെയാണ്. കാരണം ഇവിടെ വന്ന ആളുകളോട് ചോദിക്കൂ, ഇവരിൽ എത്ര പേർ ഇന്ന് മഹാനവറുകളെ സിയാറത്ത് ചെയ്തു? ഞാൻ ചെയ്തില്ല. ഞാൻ കൂത്തുപറമെന്ന് വരുമ്പോൾ വണ്ടി അവിടെ നിർത്തി നേരെ ഇവിടത്തേക്ക് വന്നു. നേരത്തെ കുന്നനപ്പള്ളിയിൽ നിന്ന് ഇശാ നിസ്കരിച്ചാണ് ഇവിടത്തേക്ക് വന്നത്. അവിടെയാണ് നമ്മൾ ഉറൂസ് സംഘടിപ്പിക്കുന്നതെങ്കിൽ പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം ഹൈറെന്ന് കമ്മിറ്റിക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. ഞാനതിനെ നിഷേധിക്കുന്നില്ല, ചോദ്യം ചെയ്യാൻ ആളുമല്ല. പക്ഷേ മഹാനവരുടെ ഹദ്റത്തിൽ തന്നെയാണ് ഉറൂസ് നടക്കേണ്ടത്. അവിടത്തേക്ക് പുരുഷന്മാർ മക്കാം വഴി കഴിഞ്ഞു പോകുമ്പോൾ ഒരു സലാമെങ്കിലും വലിയുല്ലാഹിക്ക് നേരും. ആ സലാം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. അസ്സലാമു അലൈക്കും യാ അഹ്ലദ് ദിയാർ. ഉപ്പ പള്ളി കിടക്കുന്നുണ്ട്, ഉമ്മ പള്ളിക്കാട്ടിലുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട് പള്ളിക്കാട്ടിൽ. അവർക്കൊരു സലാം പറഞ്ഞ് വേണമെങ്കിൽ ഒരു ഫാത്തിഹ ഹദിയ ചെയ്ത് വലിയുള്ളാഹിയുടെ സമീപത്ത് കയറി യാസീൻ ഓതി ദുആ ഇരുന്നിട്ടാണ് അത്രയും മുഅ്മിനീങ്ങൾ കടന്നു വരുന്നത്. ഒരു വലിയുള്ളാഹിയുടെ ഉറൂസ് അവരുടെ സദറത്തിൽ, അവരുടെ കാലിൻ കീഴിൽ തന്നെയാണ് നടക്കേണ്ടത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. തിരുത്തണമെങ്കിൽ തിരുത്താം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു. ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞില്ലേ, പഴയ കാലത്ത് ഓർമ്മ വെച്ച ആള് മുതൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ മക്കാമിന്റെ മുന്നിൽ ഭീകാരമായ ഒരു മാവുണ്ടായിരുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങൾ മുന്നേ അതിന് ശതം വന്നപ്പോൾ അത് മുറിച്ചു മാറ്റണമെന്ന് അധികൃതർ പറഞ്ഞപ്പോൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നിർബന്ധിതരായി മുറിച്ചു മാറ്റിയതാണ്. അതിന് 2 കൊമ്പുണ്ടായിരുന്നു. കണ്ടവർ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഹുസൈൻ ഉസ്താദിന്റെ സ്മരണ എഴുതിയപ്പോൾ ആ കൊമ്പ് വെച്ച ഫോട്ടോ ആ സ്മരണയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, പുതിയ തലമുറക്ക് എന്താണ് വലിയ എന്നും എന്താണ് മഹാനവരുടെ കറാമത്ത് എന്നും എന്താണ് അത്ഭുതങ്ങൾ നടന്നത് എന്നും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ മക്കാമിന്റെ പരിസരത്ത് കൂടെ ഇത്രയൊന്നും റോഡ് വീതിയില്ലാത്ത കാലത്ത്, ശബരിമല ജ്യോതി വീതിയില്ലാത്ത കാലത്ത് കൊട്ടിയൂരിലേക്ക് ഹൈന്ദവ സഹോദരങ്ങൾ ഇളനീരുമായി പോവാറുണ്ട്. ഇന്നും ചിലപ്പോൾ നടന്നു പോകുന്നത് കാണാം. പൂ വിളിച്ച് ഹൈന്ദവ സഹോദരങ്ങൾ ഭക്തിപൂർവ്വം ഇങ്ങനെ പോവാറുണ്ട്. ആ സമയത്ത് അന്ന് പോയിട്ടുണ്ടായിരുന്ന ഒരു സംഘം മാവിൽ സുന്ദരമായ നാട്ടുമാങ്ങക്ക് കാവലിൽ നിന്നിട്ട് വീഴുമ്പോൾ ഓടിപ്പോയി എടുത്ത് സുന്ദരമായി കഴിച്ച എത്ര അനുഭവങ്ങൾ കുട്ടികളായി നമുക്കുണ്ട്. അങ്ങനെ ആ മാവിൽ മാങ്ങയുണ്ടായപ്പോൾ ആരോ കല്ലെടുത്തെറിഞ്ഞു. അവിടെ പൈസ പെറുക്കാൻ നിൽക്കുന്ന ആള് പറഞ്ഞു, എറിയണ്ട, വീണതെടുത്ത് തിന്നാൽ മതി. അപ്പൊ സ്വാഭാവികമായും ചോദിച്ചു, എന്താ മാവെന്താ എറിഞ്ഞാൽ കുത്തുമോ എന്ന് അങ്ങനെയല്ലേ, കുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അതാ 2 കൊമ്പ് വന്ന് ഈ എറിഞ്ഞ ആളുകൾ കുത്തി എന്നാണ് ചരിത്രം. പിന്നീട് കുറെ കാലം ആ കൊമ്പായിട്ട് തന്നെ നിന്നിരുന്നു. മരക്കൊമ്പായിട്ടല്ല, മരത്തിന്റെ കൊമ്പ് പോലെ, ഇങ്ങനെ കൊമ്പ് പോലെ തന്നെ
ആ കൊമ്പ് നിലനിർത്തുന്നുണ്ടായിരുന്നു, മരം മുറിക്കുന്നത് വരെ ഉണ്ടായിരുന്നു. അത് കറാമത്തല്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? അങ്ങനെ ജീവിക്കുന്ന കറാമത്തുകൾ ഒരുപാടുണ്ട്. തൊട്ടിപ്പുറം ഈ റോഡ് സൈഡിൽ ഒരു ചന്ദനമുണ്ടായി, ഒരു കാഞ്ഞിര മരം ഉണ്ടായിരുന്നു. ആ കാഞ്ഞിര മരം മുറിക്കാൻ വേണ്ടി റോഡ് വികസനത്തിന് വേണ്ടി അധികൃതർ വന്നു. ഒരു ഭാഗത്ത് മുറിച്ച് അവർ ചായ കുടിക്കാൻ പോയെന്നാണ് ചരിത്രം. ചായ കുടിച്ച് വരുമ്പോഴത്തേക്കും ആ കാഞ്ഞിര മരത്തിന്റെ മുറിവ് മാറിയിട്ടുണ്ട്, മുറിവ് പൂർണ്ണമായിട്ടുണ്ട്. അങ്ങനെ അവർ മുറിക്കാതെ പോയെന്നാണ്. അങ്ങനെ എഴുതിയതും എഴുതപ്പെടാത്തതും കേട്ടതും കേൾക്കാത്തതുമായ നിരവധി കറാമത്തുകളുള്ള മഹാനാണ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നാണ് മരുവമ്പായി മക്കാമെങ്കിൽ ആ മരുവമ്പായി മക്കാമിൽ കിടക്കുന്നവരുടെ മഹത്വം അറിയാത്തവർ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയതായ കുട്ടികൾ വന്നിട്ടുണ്ടാവാം. തീർച്ചയായും നമ്മൾ പൂർവികരോട് ചോദിച്ചറിഞ്ഞ് അവരുടെ കറാമത്തുകളെ കുറിച്ച് പഠിക്കണം. അതോടൊപ്പം നമ്മളറിയാതെ ലക്ഷക്കണക്കായ മനുഷ്യർ മുഅ്മിനീങ്ങൾ ഈ വലിയുല്ലാഹിയുടെ പേരിൽ ദിവസവും ഫാത്തിഹ ഓതുന്നുണ്ട്, ദിവസവും യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. അങ്ങ് എവിടെയോ ഉള്ള മനുഷ്യർ മുഹിബ്ബീങ്ങൾ ഇവിടെയുള്ള വലിയുല്ലാഹിക്ക് ഫാത്തിഹ ദിയ ചെയ്യുന്നവരാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുന്നു, നമുക്ക് സുരക്ഷിതമായി നിൽക്കുന്ന വലിയുള്ള, ഈ നാടിന് വെളിച്ചമായി നിൽക്കുന്ന, ഈ നാടിന് അഭിമാനമായി നിൽക്കുന്ന, നമുക്ക് ചാരിതാർത്ഥ്യമായി നിൽക്കുന്ന വലിയുള്ളാക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇല്ലെങ്കിലും സ്ഥിരമായ ഒരു ഫാത്തിഹ ദിയ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആത്മീയമായ ബന്ധമെന്ന് പറയുന്നത് അവരുമായുള്ള എപ്പോഴുമുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധം പേര് പറഞ്ഞാൽ മാത്രം തീരുന്നതല്ല. ഫാത്തിഹ ദിയ ചെയ്യുന്നതിലൂടെ, യാസീൻ ഓതുന്നതിലൂടെ, ഖത്മ് തീർക്കുന്നതിലൂടെ, നേർച്ച പൈസകൾ ആ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിലൂടെ മഹാനുഭാവൻ കിടക്കുന്ന നാടിന് ഐശ്വര്യമുണ്ടാവണമെന്നത് മഹാനുഭാവന്റെയും കൂടി ആഗ്രഹമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വളർച്ച ആഗ്രഹിക്കുമല്ലോ. സ്വാഭാവികമായും നമ്മളാണ് അതിനെ സഹായിക്കേണ്ടത്. തീർച്ചയായും സിയാറത്ത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് അനുഭവങ്ങളുണ്ട്, നമ്മളും അങ്ങനെ ചെയ്യണം. അങ്ങനെ ഈ പ്രദേശത്തിന്റെ സുരക്ഷാവാഹകനായ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് തങ്ങളുമായുള്ള ഒരു ആത്മീയ ബന്ധം സദൃഢമാക്കാൻ ഈ ഉറൂസിന്റെ സമാപന വേദിയിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. ഞാനും പ്രതിജ്ഞ എടുക്കുന്നു എന്ന് ഉറപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിക വചനമോദി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.